സഹോദര, മറ്റു രൂപതകളിൽ സമാധാനക്കേട് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മളും നമ്മുടെ മേൽപ്പട്ടക്കാരുമാണ് നോക്കേണ്ടത്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ 60ൻ്റെ തുടക്കത്തിൽ ജനിച്ച വ്യക്തിയാണ്. അന്ന് മുതൽ കണ്ടുകൊണ്ടിരുന്ന പരിശുദ്ധ കുർബാനയുടെ എല്ലാ രീതികളും മാറ്റി ഇപ്പം ഏത് രീതിയിലോട്ടാണ് ഇപ്പം പോകുന്നത്? ഞാനൊക്കെ വിശ്വസിച്ച് വന്ന ഒരു വിശ്വാസ പ്രമാണമുണ്ട്, ഒരു വിശ്വാസ സംഹിതയുണ്ട്. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് പരിപാവനമായിട്ട് കണ്ട് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം മറ്റു രൂപതകളിൽ എൻ്റെ രൂപത എടുത്ത് പറയാം. പാലാ രൂപതയിൽ ഞങ്ങളുടെ പിതാവ് ഈ പ്രാവശ്യം എന്താ ദഹനഹാ തിരുനാളിന് വെള്ളത്തിൽ മുക്കിപ്പൊക്കും. അതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നെന്ന്. അതൊന്നും ഇനി തലമുറ എൻ്റെ മക്കളായിട്ട് അല്ലെങ്കിൽ അടുത്ത പിന്നത്തെ വരുന്ന തലമുറയൊന്നും ഈ വക കാട്ടിക്കൂട്ടലുകളെ അല്ല. മക്കളെ പഠിപ്പിക്കേണ്ടത് ദൈവസ്നേഹവും പരസ്നേഹവും നമ്മുടെ വിശുദ്ധ ബൈബിൾ, അതായത് സുവിശേഷം, പുതിയ നിയമം, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയുകയും വിശുദ്ധ കുർബാനയുടെ ചൈതന്യം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്യണേ. അല്ലാതെ കണ്ട് ഈ നാടകവും ഒന്നുമല്ല നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് കാട്ടിക്കൂട്ടേണ്ടത്. ഞാനിവിടുത്തെ കുർബാനയ്ക്ക് വളരെ കുറച്ചേ പോകാറുള്ളൂ. ഞാനൊരു 2020 മുതൽ ഫാദർ ബിനീഷിൻ്റെ കുർബാന 5:30 ഇതിൽ വരും, ഓൺലൈനിൽ കുർബാന കാണും. പിന്നെ പറ്റുന്നിടത്തോളം പ്രത്യേക ദിവസങ്ങളിലും ഒക്കെ മാത്രമേ ഇവിടുത്തെ ഈ നാടക കുർബാന കാണാൻ പോകാറുള്ളൂ. മനസ്സിലായോ? കർട്ടൻ്റെ ഇടയ്ക്ക് നിന്ന് ഇറങ്ങി വരുന്നു, പിന്നെ കുറച്ച് മാറ്റുന്നു, പിന്നെ കയറുന്നു, പിന്നെ തിരിയുന്നു, മറിയുന്നു. എന്തെല്ലാം അഭ്യാസ പ്രകടനങ്ങളെ കാണിക്കണേ. ഇപ്പം വളരെ നല്ല രീതിയിൽ പരിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ മനസ്സിലേക്ക് അതുപോലെ കയറിക്കൂടിയ നല്ല കുർബാന ഒരു സ്ഥലത്ത് ഒരു രീതിയിൽ, വേറൊരു സ്ഥലത്ത് കുറച്ച് സുറിയാനി, കുറച്ച് സ്ഥലത്ത് കിലിക്കണ മണി, കുറച്ച് സ്ഥലത്ത് സൈഡിൽ കൂടെ കർട്ടൻ്റെ അടുക്കൂടെ വരുന്നു, കുറച്ച് സ്ഥലത്ത് നടുക്കോടെ ഇറങ്ങി വരുന്നു, പിന്നെ തിരിച്ചു കയറുന്നു. എന്തെല്ലാം അഭ്യാസ പ്രകടനങ്ങളാണ് നടത്തുന്നത്. ഈ അഭ്യാസം കാണാനാണോ പള്ളിയിൽ പോകുന്നത്? നേരത്തെ ചെല്ലുമ്പോൾ ആ സക്രാരിയിലോട്ട് നോക്കി, സക്രാരിക്ക് മുമ്പിൽ തൂങ്ങിക്കിടക്കുന്ന ക്രൂശിത രൂപത്തിലേക്ക് നോക്കി. ഞാനൊക്കെ ചെറുപ്പം മുതൽ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചു വളർന്ന ഒരു വിസീത്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറയണ, ഒരു ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുമല്ലേ, അതേ രീതിയിലൊക്കെ കടന്നു പോന്നിരുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നു. അത് പോയിട്ട് ഇപ്പോൾ ഒരു പള്ളിയിൽ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൈശാചികതയല്ലേ. ഒരു കുറച്ച് ഒരു കടും നിറത്തിലുള്ള തുണി, ചിലപ്പോൾ ചിലരുടെ ചുവപ്പായിരിക്കും, ചിലരുടെ ബ്രൗൺ ആയിരിക്കും, ചിലരുടെ വെളുപ്പായിരിക്കും, ചിലരുടെ കറുപ്പായിരിക്കും. ഇതെല്ലാം ഇട്ട് വിശുദ്ധ സക്രാരിയും ആൾത്താരെയും മറിച്ച് സക്രാരിയെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി ഇപ്പം മൽക്കാവ് ഒഴുങ്ങുന്നെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. പിന്നെ എന്നെ പുറത്ത് പ്രാർത്ഥനയോ, പിന്നെ ജപമാല മാറ്റി ഇനിയിപ്പോൾ യാമപ്രാർത്ഥനയാക്കുന്നെന്ന് പറഞ്ഞു. ഈ ജപമാലയൊക്കെ എന്നാൽ ഏതോ ഒരു പിതാവിൻ്റെ, അത് ബാലാപിതാവിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു, നമ്മളുടെ കൈവിരലുകളുടെ ഇടയിൽ നിന്നും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നെന്ന്. ഞാൻ ചോദിക്കുന്ന, വിരലുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ജപമാലയും ക്രൂശിത രൂപവും എന്നെടുത്ത് മാറ്റിയോ? അന്ന് തുടങ്ങി നമ്മുടെ ഈ സഭയിൽ ഈ അസ്വസ്ഥതയും തമ്മിത്തല്ലും എല്ലാം. പറയാതെ പറ്റുകയില്ല. സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തിലോട്ട് തിരിക, നമ്മുടെ തമ്പുരാനിലോട്ട് തിരിക. അല്ലാതെ ഈ ചേഷ്ടകളും ഗോഷ്ഠികളും കുറേ കൂട്ടി ഉള്ള വിശ്വാസവും നമ്മുടെ മക്കളുടെ വിശ്വാസവും നശിപ്പിച്ച് കളയാതിരിക്കുക. അതിനാ നോക്കണ്ടേ.